എല്ലാവർക്കും അച്ചക്കല കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നൊരു പാൽപ്പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസം പോലെ വളരെ ടേസ്റ്റായ പായസം നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു പായസ റൈസാണ് എടുത്തിട്ടുള്ളത്, ബ്രൗൺ റൈസ്. ഇത് ബ്രോക്കൺ റൈസാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ബ്രോക്കൺ റൈസ് കിട്ടിയിട്ടില്ല, അപ്പോൾ അത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ പച്ചരി ഉപയോഗിച്ച് നമുക്ക് പാൽപ്പായസം ഇതേ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. ബ്രൗൺ റൈസ് ഇല്ലെങ്കിൽ പച്ചരി ഉപയോഗിച്ച് തയ്യാറാക്കാം. ദോശയ്ക്ക് ഇഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ അരി തന്നെയാണ്. അല്ലെങ്കിൽ കിച്ചടീൻ്റെ ചോക്ക ഇത് ഉപയോഗിച്ച് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് 1 hour സോക്ക് ചെയ്ത് നമുക്കത് പാൽപ്പായസം തയ്യാറാക്കാവുന്നതാണ്. ഞാൻ ഇതേ രീതിയിലൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട്. പൗഡറായി പോകരുത്, ഒന്ന് ബ്രോക്കൺ റൈസ് ആക്കി എടുത്താൽ മതി, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതേ രീതിയിൽ പൊടിഞ്ഞ് കിട്ടും. നമുക്കിതൊന്ന് 1 hour സോക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതേ രീതിയിൽ ഒന്ന് 1 hour വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ്, കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. നമുക്ക് പായസം വയ്ക്കാനായി ഞാൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്. കുക്കർ പായസം വയ്ക്കുന്ന ഏത് പാത്രവും നല്ല ക്ലീനാക്കി ഇതിന് ശേഷം മാത്രമേ പായസം തയ്യാറാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ഇപ്പം ഞാൻ കുക്കർ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. നമുക്ക് ഇതിലേക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഗ്രാം അളവിലെങ്കിൽ 125 ഗ്രാം അരിയാണ്. അപ്പോൾ അതിന് 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുക്കേണ്ടത്. പായസം വെക്കാൻ എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റിൽ നമുക്ക് എന്നാലേ പായസം തയ്യാറാക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് പാല് തിളച്ച് വരുമ്പോൾ കുക്കർ അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കത് വറ്റിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇവിടെ 30 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പാലൊക്കെ ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. കളറ് നന്നായിട്ട് പിങ്ക് കളറായി കിട്ടിയിട്ടുണ്ട്. ക്യാമറയിൽ കാണാം നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 1/2 കപ്പ് വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുക്കറിൽ പായസം തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒരാളിതിൻ്റെ കൂടെ ഒന്ന് ഇളക്ക് കൊടുക്കുകയും അടുക്കി പിടിക്കുകയും ഒന്നുമുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വേറെ ജോലിയും ചെയ്യാം. ഇപ്പോൾ അരി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പിലും താഴെയാണ് പഞ്ചസാര ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. മധുരം നോക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെച്ച് വീണ്ടും ഒരു 30 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകി വറ്റി വരും. ഇപ്പോൾ പൊടിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും, അല്ലെങ്കിൽ അത് ചോറ് പോലെ അങ്ങ് കിടക്കും. അപ്പോൾ അങ്ങനെ വയ്ക്കുന്ന പായസത്തിന് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുത്ത് പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് സമയമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പായസം നല്ല കുറുകി നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പിങ്ക് കളർ പായസം നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ പായസം തയ്യാറാക്കി നോക്കൂ. ഈ വിഷുവിന് വളരെ ടേസ്റ്റായിട്ടുള്ള പാൽപ്പായസം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.